ഹലോ മക്കളെ, നമ്മളിന്ന് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. ഓക്കെ, നമുക്ക് എന്നാൽ പാഠത്തിലേക്ക് കിടക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാഠം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം മക്കളെ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മാറ്ററിനെ കുറിച്ച് പഠിക്കും. ദെൻ മാറ്ററിൽ നമുക്കറിയാം, ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ് മാറ്ററിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്ക് സറൗണ്ടിങ്സിലും നടക്കുന്ന ചേഞ്ചസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ചേഞ്ചസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ ചേഞ്ചും ദെൻ കെമിക്കൽ ചേഞ്ചും. അതിൻ്റെ ഡിഫറൻസും പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കെമിക്കൽ റിയാക്ഷനാണ്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനാണ് പറയുന്നത്. ഒന്ന് തെർമോ കെമിക്കൽ റിയാക്ഷനാണ്, ആൻഡ് സെക്കൻഡ് വൺ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, ആൻഡ് തേർഡ് വൺ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററായി കംപ്ലീറ്റ് ആയി. സോ നമുക്ക് ഫസ്റ്റ് മുതലൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, വാട്ട് ഈസ് മാറ്റർ. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന മാറ്ററിനെ കുറിച്ചാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ, എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. അതായത് നമുക്ക് സറൗണ്ടിങ്സിലുള്ള ഏതൊരു സബ്സ്റ്റൻസിനും ഏതിനൊക്കെയാണോ മാസും അതുപോലെ അതിന് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസും ആവശ്യമുണ്ടെങ്കിൽ അത്തരം സബ്സ്റ്റൻസുകളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. ഈ മാറ്ററിനെ നമുക്ക് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് നൽകുന്നുണ്ട് അവർ. ആക്ടിവിറ്റി ഒന്ന് ഫിഗർ 4.2 ആണ്, അതുപോലെ ഫിഗർ 4.3. ഈ ആക്ടിവിറ്റീസ് എല്ലാം ഷോ ചെയ്യുന്നത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സബ്സ്റ്റൻസുകൾക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസും അതുപോലെ ദേ ഓൾസോ ഹാവ് മാസ്. അപ്പോൾ ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസും മാസുമുള്ള സബ്സ്റ്റൻസുകൾക്ക് നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. സോ അതാണ് നമ്മൾ മാറ്ററിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് എന്താണ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ മാറ്റർ ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം. Then what is mass? Mass of a substance is the measure of a quantity of matter contained in it. ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുള്ള മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ എത്രയായിട്ട്? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ചെറിയൊരു ഫിഗറൊക്കെ വരച്ചിട്ടുണ്ട്. സോളിഡിൻ്റെ ഫിഗർ, ലിക്വിഡിൻ്റെ ഫിഗർ, ഗ്യാസിൻ്റെ ഫിഗർ. അത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന സർക്കിൾസൊക്കെ കാണിച്ചിരിക്കുന്നത് പാർട്ടിക്കിൾസാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് പറയാം, അതിന് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, സോളിഡിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലിക്വിഡ് ആണെങ്കിൽ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഗ്യാസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വെരി ഹൈ. സോ നമ്മൾ ഈ ഫിഗർ നോക്കിയിട്ട് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന 4 പ്രോപ്പർട്ടീസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്. അത് നമുക്ക് ഫിൽ ചെയ്യണം. എല്ലാവരും ടേബിളിലേക്ക് നോക്കുക. ഫസ്റ്റ് കേസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഒന്ന് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോളിഡിന് എന്താ അവസ്ഥ? സോളിഡിൻ്റെ കേസിൽ അവർ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വെരി ലെസ്. ലിക്വിഡ് ആണെങ്കിലോ യെസ്, സോളിഡിനേക്കാളും കൂടുതലാണ്, ഹയർ ദാൻ സോളിഡ്സ്. ഗ്യാസ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഹൈ. അതുപോലെ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? സോളിഡിലാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? ഗ്യാസിലാണ്. അതുപോലെ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഏറ്റവും കൂടുതൽ വരിക ഗ്യാസിലും ഏറ്റവും കുറവ് വരുന്നത് സോളിഡിലാണ്. എന്തുകൊണ്ടാണ്? യെസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഏറ്റവും കൂടുതൽ ഗ്യാസിലായതുകൊണ്ട് അവിടെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റും വളരെ കൂടുതലായിരിക്കും. ദെൻ എനർജി ഓഫ് പാർട്ടിക്കിൾസ്. എനർജി ഓഫ് പാർട്ടിക്കിൾസ് പറഞ്ഞാൽ നമ്മൾ ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അവിടെയുള്ള പാർട്ടിക്കിൾസിന് എനർജി ഇൻക്രീസ് ആവും. അപ്പോൾ ഏതിനാണോ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് കൂടുതൽ അവിടെ എനർജിയും കൂടുതലായിരിക്കും. അപ്പോൾ അതിന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്കായിരിക്കും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഏറ്റവും കുറവ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു അടുത്ത ടോപ്പിക്കാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. കാണാൻ പറ്റും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. കാരണം നമുക്ക് ടെക്സ്റ്റ് എല്ലാം കൂടി പല ടോപ്പിക്സും പല സ്ഥലങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആദ്യം മാറ്റർ എന്താണെന്ന് പഠിക്കുക, ദെൻ മാറ്ററിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക, മാസും വോളിയം എന്താണെന്ന് അറിയണം, ദെൻ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു.
ദെൻ നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ 4.1. അത് നോക്കിയിട്ട് നമുക്ക് ആ ഡിഫറൻസ് കൂടി നമുക്ക് ഫില്ല് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 3 പ്രോപ്പർട്ടികൾ കൊടുത്തിട്ടുണ്ട്. ഹാസ് ഡെഫിനിറ്റ് മാസ്, ഹാസ് ഡെഫിനിറ്റ് വോളിയം, ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡിനെ സംബന്ധിച്ച് ഇത് 3 ഉണ്ടായിരിക്കും. ലിക്വിഡ് ആണെങ്കിൽ ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ബട്ട് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കില്ല. ഗ്യാസ് ആണെങ്കിൽ അതിന് ഡെഫിനിറ്റ് മാസ് മാത്രമേ ഉള്ളൂ, ബാക്കി ഡെഫിനിറ്റ് വോളിയം ഡെഫിനിറ്റ് ഷേപ്പും ആയിരിക്കില്ല, ഗ്യാസിന് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, ഇനി അവിടെ അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആകുന്നതിന് പറയുന്ന പേരാണെന്ത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സോളിഡിന് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സോളിഡ് സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ദെൻ ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താ? സോളിഡ് സ്റ്റേറ്റിലുള്ളൊരു സബ്സ്റ്റൻസ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ്. ദ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളൊരു സബ്സ്റ്റൻസ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. തിരിച്ചു നടക്കാൻ മക്കളെ, ഗ്യാസ് ഹീറ്റിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ദ ലിക്വിഡിൽ നിന്നും ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുക കേട്ടോ. റെഡി? ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് സറൗണ്ടിങ്സിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. മുകളിലൊരു ടേബിൾ കാണാം, ടേബിൾ 4.2, സ്ലോ ചേഞ്ചസ് ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. ആ ചേഞ്ചസിന് നമുക്ക് വേണമെങ്കിൽ സ്ലോ ചേഞ്ചസ് എന്നും, സ്ലോ ചേഞ്ചസ് മീൻസ് പതുക്കെ നടക്കുന്ന ചേഞ്ചുകൾ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ലോ ചേഞ്ചാണ്, ഒരുപാട് സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഫാസ്റ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ആൻഡ് വാട്ടർ, പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷനാണ്. സോ അതൊരു ഫാസ്റ്റസ്റ്റ് ചേഞ്ചാണ്. അതുപോലെ ബേണിംഗ് ഓഫ് പേപ്പർ ഒരു ഫാസ്റ്റ് ചേഞ്ചാണ്. കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ഒരു ഫാസ്റ്റ് ചേഞ്ചാണ്. അതൊക്കെ അതിന് എക്സാമ്പിൾസാണ്. അത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് പഠിക്കേണ്ടത് ഇതാണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. മക്കളെ അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അത് ആദ്യം ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിൻ്റെ മോളിക്കുലർ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അത്തരം ചേഞ്ചുകളെ പറയുന്ന പേരാണ് ഫിസിക്കൽ ചേഞ്ച്. പക്ഷേ കെമിക്കൽ ചേഞ്ച് ആണെങ്കിൽ ആ സബ്സ്റ്റൻസിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു അനദർ ന്യൂ സബ്സ്റ്റൻസ്. ഇവിടെ അതൊരു പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതുപോലെ ഇവിടെ മോളിക്യൂൾസും പുതുതായിട്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ച് ഈസ് എ ടെമ്പററി ചേഞ്ചാണ്, കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിൽ മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, ബട്ട് കെമിക്കൽ ചേഞ്ചിൽ ന്യൂ മോളിക്യൂൾസ് തന്നെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. റെഡി? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ നമുക്ക് എന്ത് ചെയ്യണം? ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഐ മീൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കേഡ്ലിംഗ് ഓഫ് മിൽക്കാണ്. നമുക്കറിയാം പാല് തൈരാകുന്നു, അതറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. മെൽറ്റിംഗ് ഓഫ് വാക്സ് മെൽറ്റാവാണ്. സോ അത് ആക്ച്വലി ഫിസിക്കൽ ചേഞ്ചാണ്. ബേണിംഗ് ഓഫ് കാൻഡിൽ, ബേണിംഗ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കെമിക്കൽ ചേഞ്ച് നമുക്ക് പഠിച്ചു വെക്കാം കേട്ടോ. ബേണിംഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയപ്പോൾ അത് കെമിക്കൽ ചേഞ്ചാണ് ഉണ്ടാവുക, കാരണം ഓക്സിജനുമായിട്ടുള്ളൊരു കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. ഇത് ഫോർമേഷൻ ഓഫ് ഐസ്, ഇത് ഫിസിക്കൽ ചേഞ്ചാണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് അതും ഫിസിക്കൽ ചേഞ്ചാണ്. ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, അത് ആക്ച്വലി നമുക്കതിന് ഒരു ഫിസിക്കൽ ചേഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം, കാരണം ഈ വാട്ടറിൽ നിന്ന് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാൾട്ടിനെ തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. ബേണിംഗ് ഓഫ് ഫയർവുഡും കെമിക്കൽ ചേഞ്ചാണ്. റെഡി? ഇത്രയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ ഒന്നും കാര്യമായിട്ട് മക്കളെ പഠിക്കാനില്ല. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡ് ആകാതെ ഡയറക്റ്റ് ഗ്യാസായി മാറുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. എന്താ പറയുക? സബ്ലിമേഷൻ. സോളിഡ് സബ്സ്റ്റൻസസ് ലൈക്ക് camphor and naphthalene when heated directly change to gases. ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്.
സബ്ലിമേഷൻ നടക്കുന്ന സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിളാണ് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. 1 അമോണിയം ക്ലോറൈഡ്, 2 ക്യാംഫർ, 3 നാഫ്തലീൻ, 4 അയോഡിൻ. ഇവിടെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, ഡിഫൈൻ സബ്ലിമേഷൻ, റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് സബ്ലിമേറ്റഡ് സബ്സ്റ്റൻസസ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വരാം, പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ക്വസ്റ്റ്യൻ വരാം. എക്സാമ്പിൾ ലൈക്ക് സോഡിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ദെൻ ഐസ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 4 ഓഡ് വൺ ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. കാരണം ഇറ്റ് അണ്ടർഗോ സബ്ലിമേഷൻ, അതേഴ്സ് ഡസൻ അണ്ടർഗോ സബ്ലിമേഷൻ. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ചേഞ്ചസ് ആൻഡ് എനർജി ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കാണുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഹെഡിങ് ആയിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ് കെമിക്കൽ റിയാക്ഷൻസ്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻസ് പരസ്പരം റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻസിന് പറയുന്ന പേരാണെന്ത്? കെമിക്കൽ റിയാക്ഷൻസ്. ഒന്നുകൂടി പറയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അതിന് 2 സൈഡ് ഉണ്ടായിരിക്കും മക്കളെ, ഒരു ലെഫ്റ്റ് സൈഡും ഒരു റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ റിയാക്ട് ചെയ്യുന്ന ആളുകൾ, കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം 2 പേരും റിയാക്ട് ചെയ്യണം. 2 അതിലധികമോ കെമിക്കൽസ് സബ്സ്റ്റൻസുകൾ പരസ്പരം റിയാക്ട് ചെയ്യും. എന്നിട്ട് അവിടെ റിയാക്ഷൻ നടത്തി പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് കെമിക്കൽ റിയാക്ഷൻസ്. എക്സാമ്പിൾ പറയാം, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ ഫോർമേഷൻ നടക്കുന്നു. സോ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2H2 + O2 gives 2H2O. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ 2 പേര് റിയാക്ട് ചെയ്യുന്നില്ലേ, അവർ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. ദെൻ ഇവർ 2 പേര് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ സബ്സ്റ്റൻസ് റൈറ്റ് സൈഡിൽ കിട്ടുന്നില്ലേ, അതിന് പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. അതാണ് ഇവിടെ ഒരു ഗ്രീൻ ബോക്സിൽ പറയുന്നത്. The substances which take part in a chemical reactions are known as reactants and the substances that formed are known as product. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ there are 3 types of chemical reactions in this chapter. ഈ ചാപ്റ്ററിൽ 3 ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കെമിക്കൽ റിയാക്ഷനാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു എനർജിയാണ് ഹീറ്റ് എനർജി. ഇതാണ് ഹീറ്റ് എനർജി. അത് നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം. എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ? ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ആർ നോൺ ആസ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് എനർജിയെ മോചിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുക, മീൻസ് ആഗിരണം ചെയ്യുകയോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിന് പറയുന്ന പേരാണെന്ത്? തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. തെർമോ കെമിക്കൽ റിയാക്ഷൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എൻഡോതെർമിക് റിയാക്ഷൻ, 2 എക്സോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് എനർജി അബ്സോർബാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം റിയാക്ഷൻസിന് പറയുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇനി എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ടൈമിൽ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് റിലീസാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം റിയാക്ഷൻസിന് പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഒരുപാട് എക്സാമ്പിൾസാണ് നമുക്ക് പഠിക്കേണ്ടത്. ഞാൻ ഈ യെല്ലോ ഹൈലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നതൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസാണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെല്ലാം കൂടി ഞാനിത് ഒരു താഴെ ടേബിൾ 4.4 നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം കൂടി നമ്മൾ ഇവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് പഠിച്ചാലും മതി. ഇവിടെ ക്വസ്റ്റ്യൻസ് വരിക, ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ നെയിം ദ ഫോളോവിങ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരും. താഴെ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻസിൻ്റെ പേര് എഴുതുക. ഒന്നാമത്തേത് റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ. നെയിം ഓഫ് റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം ഇറ്റ് ഈസ് എ തെർമോ കെമിക്കൽ റിയാക്ഷൻ. തെർമോയിൽ തന്നെ അത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം ടോട്ടൽ 4 എക്സാമ്പിൾസാണ് ടെക്സ്റ്റിനുള്ളിൽ തന്നിട്ടുള്ളത്. പക്ഷേ അഡീഷണലായിട്ട് ഞാൻ ഓരോ എക്സാമ്പിൾ വീതം 2ലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഫ്റ്റർ റിയാക്ഷൻ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യും? ഹീറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക്
നമ്മളതിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് ഭാഗത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പ് സൗണ്ടോടെ അതെന്താവുന്നുണ്ട്, ബേൺ ആവും. അതിന് കാരണം ഈ റിയാക്ഷന് ശേഷം പുറത്തേക്കൊരു ഗ്യാസ് റിലീസാവുന്നുണ്ട്. ആ ഗ്യാസ് ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകത അത് പോപ്പ് സൗണ്ടോടെയാണ് അത് ബേൺ ചെയ്യുക. നമുക്കറിയാം ഹൈലി കമ്പസ്റ്റബിൾ ഗ്യാസാണ് ഹൈഡ്രജൻ. അത് നമുക്ക് H2 എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു കാര്യം കൂടി പഠിക്കാം. മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡാണ്. അപ്പോൾ ഒരു മെറ്റലും ആസിഡും കൂടി റിയാക്ട് ചെയ്താൽ അവിടെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, ഹൈഡ്രജനാണെന്ന് പഠിച്ചു വെക്കുക. ഇത്രയുള്ള അവിടെ പഠിക്കാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദി റിയാക്റ്റൻസ് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ റിയാക്റ്റൻസ് ഏതെങ്കിലും ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ആരൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്, മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും. അപ്പോൾ റിയാക്ട് ചെയ്യുന്നവരാണ് ആരെ, റിയാക്റ്റൻസ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹൈഡ്രജനാണ്. അതുപോലെ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡാണ്. ദെൻ ഹീറ്റ്. 3 പ്രോഡക്റ്റ് ഉണ്ടാവും, മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഹീറ്റും. റെഡി? ഇനി അടുത്ത എക്സാമ്പിൾ പറയുന്ന മക്കളെ, ക്വിക്ക് ലൈമും വാട്ടറും കൂടി റിയാക്ട് ചെയ്യാം. ക്വിക്ക് ലൈമും വാട്ടറും കൂടി റിയാക്ട് ചെയ്താൽ നമുക്കവിടെ 2 പ്രോഡക്റ്റുകൾ കിട്ടും. ഒന്ന് സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പാണ്, പ്ലസ് ഹീറ്റ്. ഹീറ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഓഫ് തെർമോകെമിക്കൽ റിയാക്ഷൻ. നമ്മൾ ഈ ആദ്യം പറഞ്ഞ 2 എക്സാമ്പിളിലും ഹീറ്റിന് ലിബറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ആണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും? ഈ രണ്ട് എക്സ്പെരിമെൻറ്റ്സും അല്ലെങ്കിൽ 2 റിയാക്ഷനും എക്സോ തെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ടേക്ക് സം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റ് ഇറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ചെയ്യുകയാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ റിയാക്ഷൻ സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും? എൻഡോ തെർമിക് റിയാക്ഷനാണ്. ഇതാണ് എൻഡോ തെർമിക് റിയാക്ഷൻ. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളൊരു ബേണിങ് ഇൻസെൻസ് സ്റ്റിക്ക്, ചന്ദനത്തിരി ഇതിൻ്റെ മൗത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഒന്നും കൂടി ആളിക്കത്തും. അതിന് കാരണം അവിടെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നതിൻ്റെ കൂടെ ഒരു ഗ്യാസും കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഗ്യാസ് ആയിരിക്കും. ഈ ഓക്സിജൻ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹെൽപ്സ് ടു ബേൺ. കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസാണ് ഇത് ഓക്സിജൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ. 4ാമത്തെ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ പറയുന്നത്, ടേക്ക് സം അമോണിയം ക്ലോറൈഡ് ഇൻ എ വാച്ച് ഗ്ലാസ്, ആഡ് സം ബേരിയം ഹൈഡ്രോക്സൈഡ് ഇൻ ടു ഇറ്റ് ആൻഡ് മിക്സ് വെൽ വിത്ത് ഗ്ലാസ് റോഡ്. നമ്മളൊരു വാച്ച് ഗ്ലാസ് എടുക്കുക, അതിൽ കുറച്ച് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, അതിലേക്ക് കുറച്ച് ബേരിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത് സറൗണ്ടിങ്സിലെ ഹീറ്റിനെ നന്നായിട്ട് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ടാണ് റിയാക്ഷൻ അവിടെ നടക്കുക കേട്ടോ. സോ ഇത് ഏത് റിയാക്ഷൻ എക്സാമ്പിളാണ്? എൻഡോ തെർമിക് റിയാക്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 എക്സാമ്പിൾസാണ് പഠിച്ചിരിക്കുന്നത്. ഇനി അതിനെല്ലാം കൂടി നമ്മൾ ടേബിളിലേക്ക് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻഡോ തെർമിക്കും എക്സോ തെർമിക്കുമായിട്ട് 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ഓരോ ഓരോ റിയാക്ഷനും എൻഡോ തെർമിക്കാണോ എക്സോ തെർമിക്കാണോ എന്ന് സെപ്പറേറ്റ് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. അഡീഷണലായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് എക്സോ തെർമിക്കിലാണ്. അത് സോഡിയവും വാട്ടറും തമ്മിലുള്ള റിയാക്ഷനാണ്. അതൊരു എക്സോ തെർമിക് റിയാക്ഷൻ എക്സാമ്പിളാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് എൻഡോ തെർമിക് റിയാക്ഷന് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് കുക്കിംഗ് ആൻ എഗ്. നമ്മളൊരു എഗ്ഗ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് കൊടുക്കുന്നില്ലേ, ഹീറ്റ് കൊടുത്തിട്ടാണ് അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നത്. സോ അതൊരു എൻഡോ തെർമിക് റിയാക്ഷൻ എക്സാമ്പിളാണ്. അതുപോലെ എക്സോ തെർമിക്കിൽ നമുക്കൊരു എക്സാമ്പിളും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ദ റിയാക്ഷൻ ബിറ്റ്വീൻ ക്വിക്ക് ലൈം ആൻഡ് വാട്ടർ. അതും എക്സോ തെർമിക് റിയാക്ഷന് എക്സാമ്പിളാണ്. റെഡി? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമോ കെമിക്കൽ റിയാക്ഷൻസിൽ പഠിക്കാനുള്ളത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട റിയാക്ഷനാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അതിൻ്റെ ഡെഫിനേഷനോട് കൊടുത്തിട്ടുണ്ട്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ആർ നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഇവിടെ നമുക്ക് 3 എക്സാമ്പിൾസാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡാണ്. അത് ക്ലോറൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. CHALO എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ഫോട്ടോസിന്തസിസ്. മൂന്നാമത്തത് ബയോലുമിനസൻസ്. നമുക്ക് 1 by 1 ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ എക്സാമ്പിളാണ് ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്.
അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്, നമ്മോട് പറയാണ് ടേക്ക് സം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇറ്റ്. ഇതിലേക്ക് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഡിപ്പ് 2 പീസസ് ഓഫ് കോട്ടൺ ഇൻ ദ പ്രോഡക്റ്റ് ഫോം. അതിലേക്ക് 2 കോട്ടൺ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് അതിനെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ആ 2 കോട്ടൺ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഒരു കോട്ടൺ നമ്മൾ ഒരു ബ്ലാക്ക് പേപ്പർ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്യുക, പൊതിയുക. മറ്റതിനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ സൺലൈറ്റിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ ഒബ്സർവ് ചെയ്യുന്നതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാം. അതായത് നമ്മൾ ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള കോട്ടണിന് ഒരു മാറ്റവും ഒരു ചേഞ്ചും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള കോട്ടണിൽ ചില ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതിന് കാരണം അത് ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഈ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് അവിടെ സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ സിൽവർ ക്ലോറൈഡ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ആയിട്ട് അത് സിൽവറും അതുപോലെ തന്നെ ക്ലോറിനായിട്ട് മാറും. അതുകൊണ്ടാണ് ആ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന കോട്ടണിന് റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാനുള്ള കാരണം അവിടെ ഒരു ബ്ലാക്ക് കളർ അവിടെ ഫോം ചെയ്യും. അതായത് കോട്ടണിന് ചുറ്റും ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ബ്ലാക്ക് സർഫസ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് ആണ്. സിൽവർ ക്ലോറൈഡിൻ്റെ വിഘടനമാണ് സംഭവം. ഓക്കെ, നമ്മുടെ അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം ഡെഫിനിഷൻ പഠിക്കാം. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എനർജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് മക്കളെ ഇത്രയേ ഉള്ളൂ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. നമുക്ക് 3 എക്സാമ്പിൾസാണ് ഇവിടെ പഠിക്കാനുള്ളത്. 1 ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്, 2 ഫോട്ടോസിന്തസിസ്, 3 ബയോലൂമിനസൻസ്. 1 by 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. നമ്മോട് പറയാണ് ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക, അതിലേക്ക് സ്വല്പം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനും ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒബ്സർവ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു കോട്ടൺ രണ്ട് കോട്ടൺ എടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഡിപ്പ് ചെയ്തിട്ടുള്ള കോട്ടൺ ഒന്നിനെ ബ്ലാക്ക് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുക, ഒന്നിനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കുക. ഇത് രണ്ടും എടുത്തിട്ട് സൺലൈറ്റിൽ കൊണ്ടുവെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നതാണ് അവർ എന്തായിരിക്കും ഒബ്സർവേഷൻ എന്നാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് പേപ്പർ കൊണ്ട് കോട്ട് ചെയ്യുന്ന ഒരു കോട്ടണിൽ സൂര്യപ്രകാശം അതിലേക്ക് ഉള്ളിലേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ അതിനുള്ളിൽ ഉള്ള കോട്ടണൊന്നും ചേഞ്ചൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള കോട്ടണില്ലേ, അത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതിൻ്റെ കളറൊന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആക്ടിവിറ്റി, സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ആ സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഇത് സിൽവർ ക്ലോറൈഡ്. ഈ സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് റിയാക്ഷൻ നടന്നിട്ട് അതിന് ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറും, സിൽവറും ക്ലോറിനായിട്ട് മാറും. അതിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു എന്നതിന് തെളിവാണ് ഒരു കോട്ടണിന് ചുറ്റും ബ്ലാക്ക് നിറം വരാനുള്ള കാരണം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോട്ടോസിന്തസിസ് ആണ് മക്കളെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മുടെ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനാണ് ഫോട്ടോസിന്തസിസ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിലല്ലേ, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടല്ലേ. സോ ഇതും എന്തിന് എക്സാമ്പിളാണ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, അത്രയും അവിടെ പഠിക്കാനുള്ളൂ. മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഗ്രീൻ ബോക്സ് കാണാൻ നിങ്ങൾക്ക് അവിടെ. ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്, ഇവിടെ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് ബയോലൂമിനസൻസ് എന്നാണ്. ബയോലൂമിനസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ചില ഇൻസെക്ട്സ് അല്ലെങ്കിൽ ചില സ്പീഷീസ് മറൈൻ ഓർഗാനിസൊക്കെ അവരുടെ ബോഡിയിൽ ചില കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം പുറത്തേക്ക് വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യാറുണ്ട്, പുറത്തേക്ക് ലൈറ്റ് റിലീസ് ചെയ്യാറുണ്ട്, ലിബറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് ഇത്തരം ഒരു ലൈറ്റ് പുറത്തേക്ക് അവർ എമിറ്റ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബയോലൂമിനസെൻസ് എന്ന് പറയുക. ഇത് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ്. ടെക്സ്റ്റിൽ ഫയർഫ്ലൈസ് മിന്നാമിനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. മിന്നാമിനിങ്ങും നമുക്കറിയാം പുറത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യാറുണ്ട്. അതും ഒരു ബയോലൂമിനസെൻസ് ആണ്. ആ ഫിനോമിനെ ബയോലൂമിനസെൻസ് ആണ് നമ്മൾ വിളിക്കാറ്. ആക്ച്വലി എന്താണ് അവിടെ നടക്കാറ് മക്കളെ, ഇവരുടെ ബോഡിയിൽ ലൂസിഫറിൻ എന്ന് പറയുന്നൊരു കെമിക്കൽ ഉണ്ടാവും. ഈ കെമിക്കൽ ലൂസിഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അൾട്രാ വയലറ്റ് റേസിന് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അവർക്ക് ബോഡിക്കുള്ളിൽ. എന്നിട്ട് അതിന് ശേഷം വിസിബിൾ ലൈറ്റിനെ അവരെന്ത് ചെയ്യും, പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും, എമിറ്റ് ചെയ്യും. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ബയോലൂമിനസെൻസ്. റെഡി? അപ്പോൾ 3 എക്സാമ്പിൾസ് ആണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ. 1 ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്, 2 ഫോട്ടോസിന്തസിസ്, 3 ബയോലൂമിനസെൻസ്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ കളർഡ് ബോട്ടിൽസ്. വാട്ട് കുഡ് ബി ദ റീസൺ? ചില മെഡിസിൻസ് ഒക്കെ ബ്രൗൺ കളർഡ് ബോട്ടിൽസിലാണ് സ്റ്റോർ ചെയ്യാറ്. എന്തുകൊണ്ടായിരിക്കും? യെസ്, ചില മെഡിസിൻസിന് ലൈറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഡീകമ്പോസിഷൻ സംഭവിക്കാം. So in order to prevent that decomposition, we are storing these medicines in brown bottle. When they in contact with the light energy, they undergo decomposition and form some new other substances. അപ്പോൾ നമുക്കതിൻ്റെ മെഡിസിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അത് വേറെ ഏതോ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. പിന്നെ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെ ബ്രൗൺ കളർഡ് ബോട്ടിലുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില മെഡിസിൻസിന് പ്രത്യേകം ബ്രൗൺ കളർ ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം, സിൽവർ നൈട്രേറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസ്. അത് ലൈറ്റ് കടത്തി വിടുന്ന ബോട്ടിലിനെയാണ് ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ എന്ന് പറയുക. അത്തരം ബോട്ടിലുകളിൽ സിൽവർ നൈട്രേറ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്യാറില്ല. എന്തുകൊണ്ടായിരിക്കും? സെയിം റീസൺ. യെസ്, ലൈറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്യും, അതിന് ഡീകമ്പോസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഡീകമ്പോസിഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലുകളിൽ സൂക്ഷിക്കാത്തത്. പകരം ബ്രൗൺ ബോട്ടിലോ അങ്ങനെയുള്ള ബോട്ടിൽസിലൊക്കെയാണ് സിൽവർ നൈട്രേറ്റും നമ്മൾ സ്റ്റോർ ചെയ്യാറ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ മക്കളെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 3ാമത്തെ ഒരു റിയാക്ഷനാണ് മക്കളെ. അത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ പേരിൽ തന്നെയുണ്ട്, ഇത് ഇലക്ട്രിക്കൽ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു റിയാക്ഷനാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ നമുക്ക് കുറേ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു സെല്ലിൻ്റെ ചിത്രമാണ്. ഇപ്പോൾ സെല്ല് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിനെ വിളിക്കുന്നവരാണ് ഡ്രൈ സെൽ. അപ്പോൾ ഡ്രൈ സെല്ലിൻ്റെ ചില പാർട്സൊക്കെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിത്രം നോക്കിയിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഇതിൽ ചിലപ്പോൾ എക്സാമിന് ഫിഗർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1ാമത്തെ കാര്യം, ഒരു ഡ്രൈ സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? യെസ്, ഡ്രൈ സെല്ലിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടാണ് ആവുന്നത്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ഡ്രൈ സെല്ലിൽ മാറുന്നത് കേട്ടോ. അപ്പോൾ എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഡ്രൈ സെൽ ഈസ് ഹിയർ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫിഗർ കാണാം, ഫിഗർ 4.9. ഇവിടെ ഈ തന്നിരിക്കുന്ന ഫിഗർ ഇത് ഒരു സെല്ലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സെല്ലിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇലക്ട്രോലിറ്റിക് സെൽ എന്നാണ് പറയുക. ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ഇത്, ഇലക്ട്രോലിറ്റിക് സെൽ. അതിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. ഇവിടെ ഇപ്പോൾ ഈ ചിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോഡിയം ക്ലോറൈഡിൻ്റെ ഡിസോസിയേഷനാണ് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ. സോ നമുക്കതിന് പറയാം ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്ന ഒരു ഫിനോമിനനാണ്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാൻ പറ്റും മറ്റൊരു ഇലക്ട്രോളിസിസിന് എക്സാമ്പിളാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വാട്ടറിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ഹൈഡ്രജനും ഓക്സിജനും. സോ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന ഒരു ഫിനോമിനനാണ് ഇലക്ട്രോളിസിസ്. ഈ ചാപ്റ്ററിൽ 2 ഇലക്ട്രോളിസിസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോളിസിസ് ഓഫ് sodium hydroxide, sodium chloride, and another one is electrolysis of water. Ready? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ് അതിന് പറയുക. ആപ്ലിക്കേഷന് പറയുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ജസ്റ്റ് സ്ക്രീനിൽ എഴുതാം, ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. ലെഫ്റ്റ് സൈഡിൽ കോപ്പർ പ്ലേറ്റ് ഉണ്ട്, അത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ അയൺ ബാങ്കിൾ കാണാം, അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അയൺ ബാങ്കിളിൻ്റെ മുകളിൽ കോപ്പറിന് നമ്മൾ കോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റലിനെ നമ്മൾ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. ഏത് മെറ്റലിൻ്റെ മുകളിലാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇലക്ട്രോലൈറ്റ് എന്നും പറയാം. ആ സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ സൊല്യൂഷനാണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കോപ്പർ അയൺ ബാങ്കിളിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ആരുടെ സൊല്യൂഷൻ ആയിരിക്കണം? കോപ്പറിൻ്റെതായിരിക്കണം. അപ്പോൾ ഏതാണ് സൊല്യൂഷൻ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. റെഡി? ഇനി ഇതുപോലെ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. തൊട്ട് താഴെ ക്വസ്റ്റ്യൻസ് കണ്ടോ നിങ്ങൾ? ടു വിച്ച് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഈസ് ദ കോപ്പർ പ്ലേറ്റ് കണക്റ്റഡ്? പോസിറ്റീവ് ടെർമിനൽ. വാട്ട് അബൌട്ട് ദ അയൺ ബാങ്കിൾ? നെഗറ്റീവ് ടെർമിനൽ. സോ അടുത്ത പോയിന്റ് നിങ്ങൾ ഹൈലൈറ്റർ ഉപയോഗിച്ച് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. ദ മെറ്റൽ ടു ബി കോട്ടഡ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ദ സൊല്യൂഷൻ ഓഫ് ദി സാൾട്ട് ഓഫ് ദ സെയിം മെറ്റൽ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഷുഡ് ഓൾസോ ബി യൂസ്ഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മെറ്റലാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ സൊല്യൂഷനാണ് നമ്മളവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ കോപ്പർ അല്ലേ അയൺ ബാങ്കിളിന് മുകളിൽ കോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സിൽവറിനെ അയൺ ബാങ്കിളിൻ്റെ മുകളിൽ കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഏത് രീതിയിലാണ് ഈ ഫിഗർ വരയ്ക്കേണ്ടത്? ഈ ഫിഗർ വരയ്ക്കാൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സിൽവറാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ആരെ കണക്ട് ചെയ്യണം? സിൽവറിനെ. നെഗറ്റീവ് ടെർമിനൽ അയൺ ബാങ്കിൾ. സൊല്യൂഷൻ എന്തായിരിക്കണം? സിൽവറിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം. അങ്ങനെ സിൽവറിൻ്റെ സൊല്യൂഷൻ ഏതാ മക്കളെ? സിൽവറിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത് എ മിക്സ്ചർ ഓഫ്, ലാസ്റ്റ് ലൈൻ ശ്രദ്ധിക്കുക, എ മിക്സ്ചർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ ആയിരിക്കണം കേട്ടോ. റെഡി? എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വരാൻ സാധ്യത മറ്റൊരു ടോപ്പിക്കാണ്. ഇനി ഗോൾഡ് ആണ് നമ്മൾ അയൺ ബാങ്കിളിൻ്റെ മുകളിൽ കോട്ട് ചെയ്യണമെങ്കിൽ ഗോൾഡിനെ നമ്മൾ എവിടെ കണക്ട് ചെയ്യണം? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലോ അയൺ ബാങ്കിളിനെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുക. സൊല്യൂഷൻ ആരതാണ് എടുക്കേണ്ടത്? ഗോൾഡിൻ്റെ സൊല്യൂഷനാണ്. അങ്ങനെ എടുക്കുന്ന ഗോൾഡിൻ്റെ സൊല്യൂഷൻ ഏതാ മക്കളെ? എ മിക്സ്ചർ ഓഫ് ഗോൾഡ് സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ ആയിരിക്കണം. റെഡി അല്ലേ? ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നോക്കൂ, കോട്ടിംഗ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. റെഡി? അത്രയുള്ള ടോപ്പിക്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ലെമൺ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താ? ലെമൺ, അതിനുള്ളിൽ ആസിഡ് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ സിങ്കും അതുപോലെ കോപ്പർ നെയിലുകളാണ് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ആസിഡ്. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇവിടെ ലാസ്റ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഇതും ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എക്സാമ്പിളാണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ്. ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്.
കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലുകളെ വിളിക്കുന്നൊരു പേരുണ്ട്, അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. റെഡിയല്ലേ? ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. റെഡി? ഇനി നമുക്ക് ടേബിൾ 4.5 നമ്മൾ ഇതുവരെ പഠിച്ച കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന മേജർ എനർജി ചേഞ്ച് എന്താണെന്ന് പഠിക്കേണ്ടത്. അതായത് അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ് ഇവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തത് ബേണിംഗ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന് നമ്മൾ കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ലിബറേറ്റ്സ് ഹീറ്റ്. ഇവിടെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അടുത്തത് ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഓൺ ഹീറ്റിംഗ്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബയോലൂമിനിസൻസിൽ എന്താ നടക്കുന്നത്? യെസ്, ലൈറ്റ് പുറത്തേക്ക് വരില്ലേ? സോ ലിബറേറ്റ്സ് ലൈറ്റ്. ഇനി സെൽ മേഡപ്പ് ഓഫ് ലെമൺ. ലെമണിൽ എന്താ നടക്കുന്നത് മക്കളെ? ലെമൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിലെന്താ നടക്കുന്നത്? ഇറ്റ്സ് ലിബറേറ്റ്സ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്താ ചെയ്യുന്നത്? അവിടെ ലിബറേറ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി ലിബറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ആണ് അവിടെ ചെയ്യുന്നത്. അടുത്തത് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഒരു സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അതിലേക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ് ഇലക്ട്രിസിറ്റീനെ അബ്സോർബ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത്. സോ അവിടെ എന്താ നടക്കുന്നത്? അബ്സോർബ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ പ്രധാനമായിട്ട് 2 എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഒന്ന് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. അവിടെയാണ് ഈ 2 ഫിനോമിനൻസ് നടക്കുന്നത്. ഒന്ന് ഇലക്ട്രോളിസിസും രണ്ടാമത്തത് ഇലക്ട്രോ പ്ലേറ്റിങ്ങും. ഇതൊക്കെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിന് എക്സാമ്പിളാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇപ്പോൾ എക്സാമ്പിൾസാണ് ഇലക്ട്രോലിറ്റിക് സെൽ, അതിൽപ്പെട്ട ടോപ്പിക്സാണ് ഇലക്ട്രോളിസിസും അതുപോലെ ഇലക്ട്രോ പ്ലേറ്റിങ്ങും. രണ്ടാമത്തെ എക്സാമ്പിൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലെമണിൻ്റെ കേസ്, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്ന കേസ്. ഇതൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി ലെറ്റസിസസ് ഉണ്ട്, അത് നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ വരുന്നതുവരെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ലെറ്റസിസസ് ആയിരിക്കും. അതുപോലെ ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുപോലെ മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതും നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ.